ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമായി പരമനി പാരിടത്തിൽ തുണയെനിക്കേശുവേ കുറവിനിമില്ല അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ ആകുലവേളകളിൽ ആപത്തു നാളുകളിൽ ആഗതനായി അരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ തുണയെനിക്കേശുവാ കുറവിനി ഇല്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയെനിക്കേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനോഹരമായ പകൽക്കാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അതേ തുണ ഈ ഭൂമിയിൽ കർത്താവാണ്. അതുകൊണ്ട് കുറവൊന്നുമില്ല. ഓരോ ദിവസവും കർത്താവ് നമ്മെ ജയോത്സവമായി വഴി നടത്തും. അവൻ്റെ മഹത്വമുള്ള നാമത്തിനായി സ്തുതിക്കുന്നു. വീണ്ടും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം, പരീക്ഷകൾ നാം സഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷകൾ, പ്രതികൂലങ്ങൾ, കഷ്ടതകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ പരീക്ഷ നാം സഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു മുന്നേറ്റം ലഭിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കുട്ടികൾ പരീക്ഷയെ ഭയപ്പെടുന്നവരാണ്. എന്നാൽ നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക്, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന നല്ല വിദ്യാർത്ഥികൾക്ക് പരീക്ഷയെ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായി കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ദൈവപൈതൽ ഒരിക്കലും പരീക്ഷയിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുവാനുള്ള പരിശോധന മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. അത് പാപം ചെയ്യുവാനുള്ള പരിശോധനയാണ്. അത് ദൈവം നൽകുന്നതല്ല. ദൈവം നൽകുന്ന പരിശോധനയല്ലത്. സാത്താനാ പരീക്ഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം നൽകുന്ന പരീക്ഷ, ദൈവത്തിന് സ്തോത്രം, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവിൻ്റെ പരീക്ഷ നിരസിക്കരുത്, അവൻ്റെ ശാസനയിൽ മുഷിയരുത്. ദൈവം നൽകുന്ന പരീക്ഷ അത് വേണ്ടെന്ന് പറയുവാൻ പാടില്ല. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 11 ദൈവത്തിന് സ്തോത്രം, അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ നാം പരീക്ഷയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിൽ പൗലോസ് പറയുന്നത്, നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ മക്കളെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? ദൈവത്തിന് സ്തോത്രം. പല വിധത്തിൽ, പല ഉദ്ദേശത്തിൽ ദൈവം നമ്മെ പരീക്ഷിക്കും. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയുവാൻ. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലും 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും നാം അത് വായിച്ചു. ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടോ
എന്നറിയുവാൻ അവൻ നമ്മെ പരീക്ഷിക്കും. പിന്നെ ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറിയുവാൻ, ഉള്ളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ. സങ്കീർത്തനം 7:9 ദൈവം നീതിയുള്ളവനാണ്, അന്തർഭാഗത്തിലെ സത്യം അനുഗ്രഹിക്കാൻ. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാനായി ദൈവം നമ്മെ പരീക്ഷയിലൂടെ കടത്തിവിടും. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒരു ഉദ്ദേശം. പിന്നെ പൗലോസിനെ ദൈവം പരീക്ഷിച്ചു. 2 കൊരിന്ത്യർ 12 മുതലുള്ള വാക്യങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. അത് ആത്മീക നിഗളമുണ്ടാകാതെ ഇരിക്കുവാൻ ഒരു ശൂലം ദൈവം അവന് നൽകിയെന്നാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം നിഗളിച്ചു പോകാതെ ഇരിക്കുവാനും, പൗലോസ് നിഗളിച്ചു പോകാതെ ഇരിക്കുവാൻ. പൗലോസ് 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ മകനായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ മനുഷ്യനല്ലേ നിഗളിച്ചു പോകാം എന്ന് വെച്ച് അവന് ഒരു ശൂലം നൽകി എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്നുവെന്നറിയുവാനും, നാം വിശുദ്ധി പ്രാപിക്കുവാനും, ദൈവത്തിൽ നിന്ന് ഇടറിപ്പോകാതെ ഇരിക്കുവാനും, ആത്മീയമായി നിഗളിച്ചു പോകാതെ ഇരിക്കുവാനും ഓരോ വ്യക്തികൾക്ക് ഏത് രീതിയിലുള്ള പരീക്ഷയൊക്കെ ആവശ്യമാണെന്ന് യജമാനൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവപൈതലേ, നീ നാളുകളിൽ പരീക്ഷയിലൂടെ മുൻപോട്ട് പോകുന്നത് ദൈവം അറിയാതെയല്ല. ദൈവസന്നിധിയിൽ നീ അടുത്തു വരുവാനും കർത്താവിൻ്റെ ഒരു ഇണങ്ങിയ ആയുധമായി തീരുവാനുമായിട്ടാണ് അവൻ പരിശോധനയിലൂടെ നിന്നെ കടത്തിവിടുന്നത്. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ എങ്ങനെയെല്ലാം ദൈവം പരീക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. അവനോട് ഏറ്റവും സ്നേഹിക്കുന്നതിനെയാണ് ദൈവം ചോദിച്ചത്. അതെ, ഏറ്റവും പ്രിയമുള്ളത് അത് ചിലപ്പം ദൈവം നമ്മോട് ചോദിക്കും, അങ്ങനെ പരീക്ഷിക്കും. ചിലപ്പം നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാക്കി ഒരിക്കലും കീഴടങ്ങുവാൻ കഴിയാത്ത സ്വഭാവമായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ സമ്പത്തായിരിക്കും, ഒരു പക്ഷേ നമ്മുടെ തലമുറയായിരിക്കും, നമ്മുടെ ആരോഗ്യമായിരിക്കും, നമ്മുടെ പ്രതാപമായിരിക്കും. ഏറ്റവും വലുത് നാം ഏത് വസ്തുതയാണ്, എന്തിനെയാണ് ഏറ്റവും വലുതാക്കി വച്ചിരിക്കുന്നത്, നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാക്കി വച്ചിരിക്കുന്നത് എന്താണ്, അതായിരിക്കും ദൈവം നമ്മോട് ചിലപ്പോൾ ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനോട് ദൈവം ചോദിച്ചത് അവൻ്റെ തലമുറയാണ്. കാരണം അബ്രഹാം ദൈവസന്നിധിയിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ മകനായിരുന്നു. അവന് തലമുറയില്ലാതെയിരുന്നു. ദൈവം അവനൊരു തലമുറയെ നൽകി, ഇസ്ഹാക്കിനെ നൽകി. എന്നാൽ ഇപ്പോൾ ദൈവം അബ്രഹാമിനോട് തനിക്ക് പ്രിയമുള്ള തൻ്റെ മകനെ യാഗം കഴിക്കുവാൻ വേണ്ടി പറയുന്നു. ഏറ്റവും സ്നേഹിക്കുന്നത് അബ്രഹാം അത് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. മാനസികമായി വിശ്വാസത്താൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ചു എന്നാണ് നാം വായിക്കുന്നത്. മാനസികമായി അവൻ തയ്യാറെടുത്തു. എന്നാൽ അവനെ യാഗമായി ബലി അർപ്പിക്കേണ്ടി വന്നില്ല. ദൈവം പരിശോധനയിൽ അബ്രഹാം വിജയിച്ചപ്പോൾ യാഗത്തിന് ദൈവം വേറെ ഒരാട്ടുകൊറ്റനെ കരുതിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പരീക്ഷയിൽ നാം വിജയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മെ പരീക്ഷയിൽ അകപ്പെടുത്താതെ ഇരിക്കുവാൻ അബ്രഹാമിനെ പോലെ ദൈവത്തിൻ്റെ സ്നേഹിതനായി തീരുവാൻ. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹപരീക്ഷയിൽ ഏറ്റവും സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കുന്നതിൽ അബ്രഹാം വിജയിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ ഒരുക്കത്തോടെ യാഗം കഴിക്കുവാൻ പോയി, വിറകുമായി പോയി, മോറിയ മലയിൽ കയറി 3 ദിവസത്തെ ദൂരം യാത്ര ചെയ്തു. അവൻ്റെ മകനെ യാഗം കഴിക്കുവാനാണ് പോയത്. പക്ഷേ ദൈവം അതിനെ അനുവദിച്ചില്ല. ദൈവത്തിനോടാണ് അവന് കൂടുതൽ സ്നേഹം എന്ന് അബ്രഹാം തെളിയിച്ചു. അതിനുശേഷം ഒരുക്കിയ
വിറകുമായി അവൻ മടങ്ങിപ്പോകേണ്ടി വന്നില്ല. പകരം ഒരാട്ടുകൊറ്റനെ ദൈവം അവിടെ കരുതിയിരുന്നു. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അബ്രഹാം ആ പരീക്ഷയിൽ വിജയിച്ചു. ദൈവത്തിലെ നമുക്ക് ഏറ്റവും പ്രിയമുള്ളതിനെ യാഗം കഴിക്കുവാൻ പറഞ്ഞാൽ നമുക്ക് കഴിയുമോ? ദൈവം നിന്നോട് ചോദിച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ പറഞ്ഞാൽ ദൈവ പൈതലെ നിനക്ക് കൊടുക്കുവാൻ കഴിയുമോ? നീ ഏറ്റവും വലിയ സന്തോഷമാക്കി വച്ചിരിക്കുന്ന, ഏറ്റവും വലിയ അഭിമാനത്തിൻ്റെ പ്രശ്നമാക്കി വച്ചിരിക്കുന്ന നിൻ്റെ കുടുംബശ്രേഷ്ഠത, നിൻ്റെ തലമുറ, എന്തും പണം, ജോലി എല്ലാം ദൈവത്തെക്കാളും വലിയതാണോ? ദൈവം ചോദിച്ചാൽ, കർത്താവേ, എനിക്ക് നീയാണ് വലുത്, നിന്നെ കൂടാതെ എനിക്കൊന്നും വേണ്ട, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിലാകട്ടെ എന്ന് തീർത്ത് പറയുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവം എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? ഒന്ന്, ഏറ്റവും സ്നേഹിക്കുന്നതിനെ ദൈവം ചോദിക്കും. ചിലപ്പോൾ രണ്ടാമതായി പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 18 ചുറ്റുപാട് കുലുങ്ങുന്ന രീതിയിൽ ഇടിമുഴക്കം കേൾപ്പിച്ച് ഇസ്രായേൽ മക്കളെ ദൈവം പരീക്ഷിച്ചു. ഉടനെ മോശ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പാപം ചെയ്യാതെ ഇരിക്കുവാൻ ദൈവം നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യാതെ ഇരിക്കുവാൻ, ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോകാതെ ഇരിക്കുവാൻ ദൈവം ഇടിമുഴക്കം കേൾപ്പിച്ച് അവരെ ഭയപ്പെടുത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ അവരോട് പറഞ്ഞത്, ഭയപ്പെടരുത്, ദൈവം പരീക്ഷിക്കുകയാണ്, നീ പാപം ചെയ്യാതെ ഇരിക്കുവാൻ ദൈവം ഭയം വരുത്തുകയാണ്. ദൈവ പൈതലേ, പരിസ്ഥിതിക്ക് വ്യത്യാസം വരുമ്പോൾ, സംഭവിക്കുവാൻ പാടില്ലാത്തത് പ്രകൃതിയിൽ സംഭവിക്കുമ്പോൾ, അപ്രതീക്ഷിതമായ ചില മാറ്റം പ്രപഞ്ചത്തിൽ കാണുമ്പോൾ, മഹാമാരി പോലെ, സുനാമി പോലെ പ്രകൃതിയിൽ പല മാറ്റങ്ങൾ സംഭവിച്ച് ദൈവം തൻ്റെ ജനത്തെ ഭയപ്പെടുത്തും, അപ്രതീക്ഷിതമായി ഭയപ്പെടുത്തും. അതെന്തിനാണെന്നറിയാമോ? ദൈവത്തെ ഭയപ്പെടുവാനും ഇതിൻ്റെ എല്ലാം മുകളിൽ ദൈവത്തിന് നിയന്ത്രിക്കുവാൻ കഴിവുണ്ടെന്ന് പറയുവാനും ദൈവം സർവശക്തനാണെന്ന് മനസ്സിലാക്കുവാനും വൈദ്യശാസ്ത്രത്തിന് പരിമിതി ഉണ്ടെന്ന് ഗ്രഹിപ്പാനും അതിൻ്റെ എല്ലാം മേളിൽ ദൈവം സർവശക്തനാണ്, ഉന്നതനു മീതെ ഉന്നതനും അതിനു മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ദൈവം സർവശക്തനാണ്, പ്രപഞ്ചത്തിന്മേൽ സ്വാധീനമുള്ളവനാണ് എന്ന് മനസ്സിലാക്കിക്കുവാൻ ദൈവം ചിലപ്പോൾ ആ വിധത്തിൽ നമ്മെ പരീക്ഷിച്ചെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഒരു പരീക്ഷ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. യേശു വലിയൊരു പുരുഷാരൻ തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്മാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പാൽപ്പം ലഭിക്കുന്നതിന് 200 പണത്തിൻ്റെ അപ്പം മതിയാകില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു പരീക്ഷിക്കാൻ വേണ്ടി ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ഒരു വലിയ പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ കൊടുക്കണം. യേശു അവിടെ ഉണ്ട്, യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ യേശുവിന് പുരുഷാരത്തിന് ഭക്ഷിപ്പാൻ കൊടുക്കാൻ കഴിയുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടോ എന്ന് യേശുവിന് അറിയണം. ദൈവപൈതലേ, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിൻ്റെ ഒരാവശ്യഘട്ടത്തിൽ നിന്നെ സഹായിപ്പാൻ കർത്താവിന് കഴിയും എന്ന് നീ ഗ്രഹിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ എന്നറിയുവാനായിട്ടും ചിലപ്പോൾ നിന്നെ പരീക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു തന്നെ അവരോട് ചോദിച്ചു,
വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വരുന്നത് കണ്ടപ്പോൾ പീലിപ്പോസിനോട്, ഇവർക്ക് തിന്മാൻ അപ്പം എവിടെ നിന്ന് വാങ്ങും? അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ആ സമയത്ത് വാസ്തവത്തിൽ പീലിപ്പോസ് എന്താ പറയേണ്ടത്? ദൈവത്തിന് സ്തോത്രം. അതിനു മുൻപും അനേക അടയാളങ്ങളും അത്ഭുതങ്ങളും കർത്താവ് കാണിച്ചിട്ടുണ്ട്. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ കല്യാണം ഉണ്ടായിരുന്നു. അവിടെ യേശു പച്ചവെള്ളം വീഞ്ഞാക്കിയ ചരിത്രം പീലിപ്പോസിനും ശിഷ്യന്മാർക്കും അറിയാം. പക്ഷെ ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ യേശുവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും എന്നവർ വിശ്വസിക്കുന്നില്ല. നിന്റെ വിശ്വാസത്തെ കർത്താവ് പരീക്ഷിക്കും. ഫിലിപ്പോസ് പറയേണ്ടത് എന്തായിരുന്നു? കർത്താവേ, നിനക്ക് സകലതും കഴിയുമല്ലോ. ഗലീലയിലെ കാനാവിൽ നീയല്ലേ വീഞ്ഞാക്കിയത്, പച്ചവെള്ളം വീഞ്ഞാക്കിയത്. നീ സർവശക്തനാ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നിന്നിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടം ജനം ഇവിടെ ഉണ്ട്, അവരുകൂടെ വിശ്വസിക്കട്ടെ, അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ജനത്തെ മുഴുവനും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടിയിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അവർ വിശ്വാസം പ്രഖ്യാപനം ചെയ്യേണ്ടിയിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ അവരങ്ങനെ ചെയ്തില്ല. ഫിലിപ്പോസ് പറയുന്നത്, ദൈവത്തിൻ്റെ സ്തോത്രം, ഇവിടെ ഓരോരുത്തരും അല്പാത്മം ലഭിക്കണമെന്ന് 200 പണത്തിൻ്റെ അപ്പം മതിയാകില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഫിലിപ്പോസ് മാനുഷികമായ ഒരു കണക്കുകൂട്ടൽ നടത്തുക. മാനുഷികമായ കണക്കുകൂട്ടൽ ഫിലിപ്പോസ് നടത്തുകയാണ്. 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിയാൽ ഈ പുരുഷാരത്തിന് കൊടുക്കുവാൻ കഴിയുകയില്ലല്ലോ. ഒരു മാനുഷിക കണക്കുകൂട്ടൽ അത് പരീക്ഷിക്കുകയായിരുന്നു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മാനുഷിക കണക്കുകൂട്ടലിന് അപ്പുറത്തായിട്ട് കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഫിലിപ്പോസിനെയും കൂടെയുള്ള ശിഷ്യന്മാരെയും യേശുവിന് പഠിപ്പിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് പരീക്ഷിച്ചവരോട് ചോദിച്ചത്. ദൈവ പൈതലേ, നിൻ്റെ കണക്കുകൂട്ടലിനപ്പുറത്ത്, മനുഷ്യന് പ്രവർത്തിക്കുവാൻ കഴിയുന്നതിനപ്പുറത്ത്, മനുഷ്യൻ്റെ കണക്കുകൂട്ടലിനപ്പുറത്തായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുവോ? മനുഷ്യൻ്റെ കണക്കുകൂട്ടൽ, മനുഷ്യൻ്റെ ഗണിതം, അതിലൊക്കെ എത്രയോ അപ്പുറത്തായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശാസ്ത്രത്തിൻ്റെ കണക്കുകൂട്ടലിനപ്പുറത്തായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും എന്ന് നീ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സകലതും സാധ്യം. ദൈവത്തിന് സ്തോത്രം. കർത്താവരെ പരീക്ഷിച്ച് എന്തിനാണ്? കർത്താവരെ പരീക്ഷിച്ചത് മനുഷ്യൻ്റെ കണക്കൂട്ടലിനധികമായി 200 വെള്ളിക്കാശിനല്ല, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാൻ കർത്താവിന് കഴിയും എന്ന് അവന് തെളിയിക്കണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ കണക്കുകൂട്ടലിൽ ഫിലിപ്പോസ് പരാജയപ്പെട്ടു. അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കണക്കുകൂട്ടലും മതിയാക്ക്. ദൈവത്തിൽ നിന്നെ സമർപ്പിക്ക്. നിൻ്റെ കയ്യിലുള്ളത് കർത്താവെങ്കിൽ ഏൽപ്പിക്ക്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം വഴി നടത്തും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കരങ്ങളുടെ അടിയങ്ങളെ സമർപ്പിക്കുന്നു. മനുഷ്യൻ്റെ കണക്കുകൂട്ടൽ പരാജയപ്പെടുന്നിടത്ത്, മനുഷ്യന് കഴിയാത്തിടത്ത്, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സകലതും സാധ്യമെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു. വിവിധ പ്രയാസങ്ങളിൽ തങ്ങളുടെ പരിമിതിയുടെ കണക്ക് കൂട്ടുന്ന നിൻ്റെ മക്കളെ അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. ചോദിച്ചതിൽ നനച്ചതിൽ അത്യന്തപരമായി നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമേ. കർത്താവേ, ശരീരത്തിന് ആരോഗ്യം, മനസ്സിന് സന്തോഷം, ദൈവിക സമാധാനം നൽകി കർത്താവെ വിഷയങ്ങൾക്ക് വിടുതൽ നൽകി നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
വിടുതലയച്ചതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.